ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ മന്നയായി നൽകപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടി കാണുവാൻ ഈ ലോകത്തിൽ നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തെ ആധാരമാക്കി നമുക്ക് തരുന്നതായ വലിയ ഒരു ആഹ്വാനമാണ് ഈ പ്രഭാതത്തിലെ മന്ന. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും എന്ന് പറഞ്ഞു. ലോകം മുഴുവനും ഇരുട്ടാണെങ്കിൽ എല്ലായിടത്തും അങ്ങ് ഇരുട്ടാണ്. രാത്രിയുടെ അനുഭവം നമുക്കറിയാം. എല്ലായിടത്തും കൂരിരുട്ടാണ്. ആ കൂരിരുട്ടിൽ നടക്കാൻ എത്ര പ്രയാസമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേൽ മക്കൾ ഈ രക്ഷകൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. യോഹന്നാൻ സ്നാപകനാൽ വിളിക്കപ്പെട്ടവർ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ ലോകത്തോട് പറയുന്ന ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഈ വചനം. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് ഇരുട്ടിനെ അതിജീവിക്കുവാൻ, ഇരുട്ടിനെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതായ ഒരനുഭവം. കൂരിരുട്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ വെളിച്ചത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അല്പ വെളിച്ചത്തിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. അവർക്ക് വെളിച്ചമുണ്ട്, പക്ഷേ ആ പൂർണ്ണത വരുവാൻ അവർ പലപ്പോഴും ആഗ്രഹിക്കത്തില്ല. ആ വെളിച്ചമുണ്ട് എന്നാണ്. എന്താണ് ആ വെളിച്ചം എന്ന് പറയുന്നത്? ആ വെളിച്ചം വരുമ്പോൾ എല്ലായിടവും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. ഇരുണ്ടിരിക്കുന്ന സ്ഥലത്തിരുന്നതും എല്ലാം നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാതെ സകലവും കാണാൻ കഴിയുന്ന ഒരു അനുഭവമാണ് വെളിച്ചത്തിൻ്റെ പ്രാധാന്യമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം ആ വെളിച്ചത്തെ നമുക്ക് അനുഗമിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ട് നമുക്ക് അനുഗമിക്കണമെങ്കിൽ കർത്താവിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതം വരച്ചു കാട്ടിത്തരുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആ വെളിച്ചത്തിലേക്ക് നമ്മൾ നടന്നിറങ്ങണം. അവിടെ നമുക്ക് ആ വെളിച്ചത്തിലേക്ക് നടന്നിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയുടെ പ്രാധാന്യം എത്ര വിലയേറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെയും ഈ വിലയേറിയ അനുഭവത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ അത് പൂർണ്ണമായി ഗ്രഹിക്കുവാനും മറ്റുള്ളവരെ ഗ്രഹിപ്പിച്ചു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുമ്പോൾ നാമും ആ വെളിച്ചത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. വെളിച്ചത്തിന് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. നമുക്കറിയാം, സൂര്യൻ്റെ വെളിച്ചത്തിലാണ് ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നത്. പകല് സൂര്യൻ്റെ വെളിച്ചം ഏറ്റിട്ട് അത് രാത്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചന്ദ്രനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രകാശമെന്ന് പറയുന്നത്. അതുപോലെ കർത്താവിൽ നിന്ന് നാം പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ അംശികളായി നമുക്ക് തീരുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതെന്താണ്? കരുണ, സ്നേഹം, സൗമ്യത, മറ്റുള്ളവരോടുള്ള മനോഭാവങ്ങൾ, സാധുക്കളോടുള്ളതായ ആ സ്നേഹം, നഷ്ടപ്പെട്ടു പോകുന്നവരെക്കുറിച്ചുള്ളതായ ആകുലത എല്ലാം കർത്താവിനെ ഭരിച്ചിരുന്നു. ഒരു വ്യക്തിയെ നഷ്ടപ്പെടുവാൻ ഇടവരാതെ ഇരിക്കുവാൻ തക്കവണ്ണമാണ് മാനവകുലത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചം പ്രതിഫലിക്കുവാനും കർത്താവിനെ നമുക്ക് വെളിച്ചമായവനെ അനുഗമിക്കുവാനും അവിടുത്തെ ആ ആലോചന നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കാം. വഴിയും സത്യവും ജീവനും കർത്താവ്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും. ആ വെളിച്ചത്തിൽ നല്ല ഒരു അനുഭവം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ധനമോ മറ്റ് സ്വാധീനങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന അനുഭവങ്ങളോ ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ ശരീരവും നമ്മുടെ ധനവും ദൈവം തന്നിരിക്കുന്ന സകല ദാനങ്ങളും കർത്താവിനെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് ഈ
ദിവസം അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിച്ചമായവൻ്റെ കൂടെ ആയിരിക്കുവാനും വെളിച്ചമായവനെ പ്രതിഫലിപ്പിക്കുന്ന ചെറിയ വെളിച്ചങ്ങളായി ലോകത്തിൽ തീരുവാനും ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് സാധ്യമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അവിടുന്ന് വെളിച്ചമായിരിക്കുമ്പോൾ ആ വെളിച്ചം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഇരുണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിപ്പാൻ അവിടുത്തെ വെളിച്ചം സത്യമായി ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം പേര് ഇടം കൈ ചെയ്യുന്നതെന്ന് വലം കൈ അറിയാത്ത രീതിയിൽ ഇരുട്ടിലായിരിക്കും തപ്പിത്തടയുന്ന അനുഭവങ്ങൾ. എന്നാൽ വെളിച്ചമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇരുട്ടിൽ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുവാൻ, റിഫ്ലക്റ്റ് ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും അവിടുത്തെ വെളിച്ചം ഞങ്ങളിലേക്ക് ദൈവമേ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിലടിയങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഇരുട്ടിൻ്റെ പ്രവർത്തികളെയും പൂർണ്ണമായിട്ടും മാറ്റിത്തരുവാൻ സത്യവെളിച്ചം ഞങ്ങളിൽ പ്രകാശിച്ച് കർത്താവിൻ്റെ രാജ്യത്തിലെത്തുവോളം അത് ഞങ്ങളെ നയിക്കുമാറാകണമെന്ന് വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമെന്ന് നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പകൽക്കാലം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.